back to this new concept of Techflora. This is Bindu Joseph from Kozhikode. ഒരിക്കൽ മുല്ല നസറുദ്ദീനോട് ഒരാൾ ചോദിച്ചു, ആ റോഡരികിൽ ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തിയും താങ്കളും തമ്മിൽ വളരെ അടുത്ത ബന്ധുത്വമുണ്ടെന്ന് കേട്ടല്ലോ. ഉടനെ തന്നെ അതിനെ റിജക്ട് ചെയ്തുകൊണ്ട് മുല്ല നസറുദ്ദീൻ പറഞ്ഞു, ബന്ധുത്വമുണ്ട് എന്നുള്ളത് ശരി തന്നെ, പക്ഷേ ഞങ്ങൾ തമ്മിൽ വളരെ അകന്ന ബന്ധുത്വമാണുള്ളത്. എൻ്റെ അച്ഛൻ്റെ 11 മക്കളിൽ ഒന്നാമനാണ് അദ്ദേഹം, 11ാമത്തെ വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ തമ്മിൽ വളരെ അകന്ന ഒരു ബന്ധുത്വമാണുള്ളത് എന്ന് പറയുന്നത് പോലെ ഒരു ചെടിയുടെ വേരും പൂവും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെ കാണിക്കാനുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുത്ത ഒരു ബോഗൺവില്ലയുടെ വേരിനെ എടുത്തിട്ട് ആ വേരിനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ആക്കി മാറ്റിയൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പൊ ഇപ്പൊ കുറെ പേർക്ക് സംശയം, ആ വീഡിയോ അന്ന് പ്ലാന്റായി കണ്ടിരുന്നു, പക്ഷെ അതിനകത്ത് പൂ ഉണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ആ ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നമ്മൾ നമുക്ക് നേരിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഭൂമിക്ക് അടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുത്ത ഒരു വേരിൻ്റെ ഒരു പാർട്ടാണത്. അതിനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മണ്ണിൽ കുഴിച്ചു വെച്ചത്. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണാം. നമ്മൾ 2 കളറായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്തത് ആ പ്ലാന്റിൽ. ഒന്ന് ബ്ലൂബെറി ഐസിൻ്റെ ഈ ഒരു കളറ്, മറ്റത് നമ്മുടെ സൺറൈസ് വൈറ്റ് ആയിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു രൂപമാണിത്. ഈ പൊന്തി നിൽക്കുന്നത് എന്താണെന്ന് വിചാരിക്കണ്ട, നമ്മുടെ കുഞ്ഞിക്കൂനൻ സിനിമയിലെ ദിലീപിൻ്റെ പുറത്തെ മുഴ പോലെ ആ കൂന് പോലുള്ളൊരു സാധനം നമ്മുടെ വേര് തന്നെയാണ്. ആ വേര് ഒച്ചിൻ്റെ പുറം പോലെയൊക്കെ നമുക്ക് തോന്നാം. അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു രൂപം എന്ന് പറയുന്നത് ഇതാണ്. ബ്ലൂ സൺറൈസ് വൈറ്റും അതുപോലെ തന്നെ റൂബി റെഡും, ഇതിൻ്റെ 2 കോമ്പിനേഷനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. വളരെ മനോഹരമായിട്ട് പൂത്തിട്ടുണ്ട്. അതിന് ഏറ്റവും ഭംഗിയെന്ന് പറയുന്നത് നമ്മുടെ ആ കൂന് തന്നെയാണ്. ആ ഷേപ്പിൽ, നമ്മുടെ ഒരു ഒച്ചിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു വേര് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ വേറൊരു വെറൈറ്റി ചെടി കൂടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൂവായതിനു ശേഷം നമുക്കത് വീഡിയോ ഇടുന്നതായിരിക്കും. ഇതൊന്നും തന്നെ സെയിലിനുള്ളതല്ല. നമ്മുടെ പരീക്ഷണങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ ചങ്കോട് ചേർത്ത് വെച്ചിരിക്കുന്ന പരീക്ഷണത്തിൽ ഒന്നാണിത്. അപ്പം ഇതിനകത്ത് നമ്മൾ ആ ഒരു വേരിൻ്റെ ടിപ്പിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് റൂബി റെഡ് ആയിരുന്നു. ഇപ്പം നല്ല സൈസൊത്ത പ്ലാന്റ് ആയിട്ടുണ്ട്. ഇതാ നിറയെ പൂക്കളുണ്ട്, പകുതി മൊട്ടുകൾ തന്നെയാണ്. നല്ല സൈസായി നല്ല ഷേപ്പൊത്തൊരു ചെടിയാണ് നമുക്ക് ആ ഒരു റൂട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു റൂട്ടിൻ്റെ ചെറിയൊരു പാർട്ടായിരുന്നു ഇത്. ഇതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഹൈബ്രിഡായിട്ട് ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ബ്രിസ മജന്തയാണ്. പൂക്കളായി വരുന്നതേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു ചെടിയുടെ അവസ്ഥ. മനോഹരമായി പൂക്കുന്ന ഒരു ഇനമാണ്. ഇതും വേരിൻ്റെ ചെറിയൊരു പാർട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് സർജറി വിഭാഗത്തിൽ തന്നെ കിടക്കുമായിരുന്നു. ഇതിനെ നമ്മൾ പുറത്തേക്ക് ഇപ്പോഴാണ് ഇറക്കുന്നത്. ഇത് ഈ ഒരു സൈസിലേക്ക് വളർന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് സിംഗിൾ കളറാണ്. അത് സൺറൈസ് വൈറ്റ്. പൂത്തിട്ടില്ല, ഇതുവരെ പുറത്തേക്ക് ഇറക്കാത്തിരുന്നുകൊണ്ട്, വെയിൽ കൊള്ളാത്തതുകൊണ്ട് പൂവായി വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ പുറത്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു 15 ദിവസം കൊണ്ട് തന്നെ നിറയെ പൂവായിക്കോളും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പരീക്ഷണങ്ങളും നമ്മുടെ ഓരോ നിരീക്ഷണങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, നിങ്ങളും ഇതേ പരീക്ഷണങ്ങളെല്ലാം നടത്തി അതിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ്സിനെ ഓരോരുത്തരും അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഓരോരുത്തരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും എല്ലാമായി ഇത് ഷെയർ ചെയ്യുക. ആദ്യമായി ടെക്ഫ്ലോറ ചാനൽ വീഡിയോ കാണുന്നവർ അതിലെ ബെല്ലൈക്കണും അതിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്താം. ഏതൊരു കാര്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയുന്നതിന് തൊട്ട് മുമ്പ് ഒരു തവണ കൂടെ മറ്റൊരു വ്യത്യസ്തമായ രീതിയിൽ അതിനെ ഒന്നുകൂടെ പരീക്ഷിക്കുക എന്നുള്ളതാണ് വിജയത്തിന്റെ ഏറ്റവും ലളിതമായ മന്ത്രം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് we will meet again with a new concept. Till then, bye bye.